എല്ലാവർക്കും കറിച്ചട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു അടിപൊളി കട്ട്ലറ്റാണ്. ഇത് മധുരക്കിഴങ്ങ് കൊണ്ടാണ് ചെയ്യുന്നത്. വളരെ രുചിയായിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിള്ളേർക്ക് ഒന്നും പറയാൻ വേണ്ട, അതുപോലെ നല്ല രുചിയായിട്ട് നല്ല സോഫ്റ്റായിട്ടുണ്ടാവും. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാം, അധികം സാധനങ്ങളൊന്നും വേണ്ട. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യണേ, അതിൻ്റെ റെസിപ്പി എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഒരു മധുരക്കിഴങ്ങ്, അത്യാവശ്യം വലിപ്പമുള്ളൊരു മധുരക്കിഴങ്ങ് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് ഇതിനെ ഇതുപോലെ കഷ്ണങ്ങളാക്കുക. ഇനി നമ്മൾ ഒരു കുക്കറിലേക്ക് ഇതിനെ എടുത്തിടുകയാണ്. അത്യാവശ്യം മുങ്ങി നിൽക്കുന്ന അത്രയും വെള്ളം ഒഴിക്കുക. എന്നിട്ട് അതിന് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ. ഇനി നന്നായിട്ടൊന്ന് ഒരു വിസിലടിച്ചാൽ മതിയാവും. നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത് ഉരുളക്കിഴങ്ങ് അരിഞ്ഞു വെച്ചതാണ് ചെറുതായിട്ട്, അതുപോലെ തന്നെ മല്ലിയില, അതുപോലെ തന്നെ ക്യാരറ്റ്. ഇനി ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയിട്ട് നമുക്കതിനകത്തേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കണം. ബട്ടർ നന്നായിട്ട് മെൽറ്റായതിന് ശേഷം കടുക് പൊട്ടിക്കണം. നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഉരുളക്കിഴങ്ങ് അത്യാവശ്യം റോസ്റ്റാകുമ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. ഇത് കുറച്ച് ചാറ്റ് മസാലയാണ്, ചാറ്റ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് എരിവ് വേണ്ടവർ അതിനനുസരിച്ച് ചേർക്കുക. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നത്. അത്യാവശ്യം എരിവ് കുറച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് മസാല സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പനീറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മസാല സെറ്റായിട്ടുണ്ട്.
ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മധുരക്കിഴങ്ങിൻ്റെ തൊലി കളയണം. തൊലി എടുത്ത് കളഞ്ഞിട്ട് നമുക്കിനി ഇതിനെ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്യണം. ഇത് നന്നായിട്ട് നമുക്കൊന്ന് സ്മാഷ് ചെയ്യണം. ഇതിനോടൊപ്പം ഒരു 1/4 കപ്പോളം അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒപ്പം ഒരു ചെറിയ കഷ്ണം ബട്ടറും കൂടെ, അല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ എല്ലാം നന്നായിട്ട് മിക്സാക്കി നമ്മൾ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. കയ്യിൽ അല്പം എണ്ണയും കൂടെ തേച്ച് കഴിഞ്ഞാൽ നമ്മൾ പാത്രത്തിലും കയ്യിലും പിടിക്കാതിരിക്കും. ഇനി അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. കയ്യിൽ തന്നെ ഇതുപോലെ ഒന്ന് കുഴിച്ച് ഇതുപോലെ ആക്കിയിട്ട് നമുക്കിനി ഇതിനകത്തേക്ക് അല്പം മസാലയും കൂടെ വെച്ച് കൊടുക്കണം. നമ്മൾ റെഡിയാക്കി വെച്ച മസാല അത് ഇതുപോലെ നടുക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് കവർ ചെയ്യണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കട്ട്ലറ്റ് റെഡിയാവും. ഇതുപോലെ എല്ലാം നമുക്ക് റെഡിയാക്കി മാറ്റി വെക്കണം. ഇപ്പോൾ അത്യാവശ്യം നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കറുത്ത എള്ളും വെളുത്ത എള്ളും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വേണമെങ്കിൽ ഇടാം, വേണ്ടെങ്കിൽ ഇടണ്ട. ഇത് അല്പം ഒന്ന് രുചിക്കും കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ വേണ്ട. ഇപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു തവ അടുപ്പത്ത് വെക്കുക. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുക. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച കട്ട്ലറ്റ് എല്ലാം ഓരോന്നായിട്ട് ഇതുപോലെ തവയിൽ വെച്ച് കൊടുത്തിട്ട് 2 സൈഡും അത്യാവശ്യം റോസ്റ്റ് ആവുന്ന രീതിയിൽ റെഡിയാക്കി എടുക്കണം. ഒരു വശം നന്നായിട്ടൊന്ന് ഫ്രൈ ആകുന്നതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ മധുരക്കിഴങ്ങ് വേവിച്ചത് കൊണ്ട് നമുക്ക് അധികം വേവിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമുക്കിതുപോലെ തവ ഫ്രൈ ആക്കി എടുക്കാം. ഒരു വശം ഫ്രൈ ആയതിനു ശേഷം നമുക്ക് മറുവശം കൂടെ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ 2 വശവും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. ഇത് കുട്ടികൾക്കാവട്ടെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. നമുക്ക് കോഫി, ടീക്ക് എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് മധുരക്കിഴങ്ങ് കൊണ്ട് കട്ട്ലറ്റ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ റെസിപ്പി നിങ്ങളൊന്ന് വീട്ടിൽ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റായിട്ടുണ്ടാവും, നല്ല രുചിയാണ്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.